യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്ത, അതേ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ആ ചിന്തകൾ തന്നെ നമുക്ക് വളരെയധികം അനുഗ്രഹപ്രദമായി തീർന്നല്ലോ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ ദൈവം എങ്ങനെയാണ്, നാമും ദൈവം തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണം, നമ്മുടെ വിശ്വാസം, ദൈവത്തോടുള്ള നമ്മുടെ ഭക്തി, ഇതെല്ലാം നമുക്ക് പഠിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ദൈവം സഹായിച്ചതിനാൽ നമുക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വളരെയേറെ ആത്മീകമായ പാഠങ്ങൾ ഈ ഒരു പുസ്തകത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതലുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ 15-ാം അധ്യായത്തിലേക്ക് തന്നെയാണ് കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചുവല്ലോ, അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നതായ സമയത്ത് അബ്രഹാമിൻ്റെ ഉള്ളിൽ ദൈവം ചില ചിന്തകളിട്ട്, ആ ചിന്തകളുമായി അബ്രഹാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ താൻ ഏത് വിഷയത്തിന് മുമ്പിലാണോ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിൽ ദൈവം അവനോട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് നൽകുന്നതായ ചിന്തകളുമായി നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലണം. ഇനി നമ്മുടെ ചിന്തകൾ അത് പാപത്തിൻ്റെ സ്വാധീനമുള്ള ചിന്തകളാണെങ്കിൽ ആ ഒരു ചിന്ത നമ്മെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ആ പാപത്തിൽ നിന്നും ഒരു വിടുതൽ നമ്മൾ പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ ദൈവികമായ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എപ്പോഴും ദൈവം നമ്മെ അതേ ആത്മീയമായ ചിന്തകളാലും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതായ മാറ്റങ്ങൾ തുടങ്ങിയവയൊക്കെ ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായിത്തീരും. അങ്ങനെയുള്ള ഒരു ആത്മീയമായ ബന്ധമാണ് നമുക്ക് ദൈവമായിട്ട് വളരെ ആവശ്യം. ഏതെങ്കിലും ഒരു പ്രമാണങ്ങൾ കൂടെ ചൊല്ലുന്നത് കൊണ്ടോ, ചില ആചാരങ്ങൾ നമ്മൾ നടത്തുന്നത് കൊണ്ടോ, ആത്മീയമെന്ന് നമ്മൾ കരുതുന്നതായ ചില ആചാരങ്ങളിൽ നമ്മൾ ഇങ്ങനെ തുടർന്നു പോകുന്നതുകൊണ്ടല്ല വാസ്തവത്തിൽ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ മതപരമോ അല്ലെങ്കിൽ ആത്മീയം എന്ന് നമ്മൾ കരുതുന്നതായ ചില പ്രഭാവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നെങ്കിലും യഥാർത്ഥമായും ദൈവത്തെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ വേണം നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ. അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ അതാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അതേ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചല്ലോ, അബ്രഹാം തൻ്റെ അവകാശിയെക്കുറിച്ചുള്ള ചിന്ത അവൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് അത് എങ്ങനെയായി തീരുമെന്ന് അവനറിയില്ല. അവൻ്റെ ദാസനായ അതേ ദമേശക്കാരനായ എലയാസർ അവൻ്റെ അവകാശിയാകുമോ എന്നുള്ള ആ ഒരു ഉത്കണ്ഠ അബ്രഹാമിനെ ഭരിച്ചപ്പോൾ ദൈവം പറയുന്നു, നീ ചിന്തിക്കുന്ന പോലല്ല, ഈ ദമേശക്കാരനായ എലയാസർ അല്ല നിന്റെ അവകാശിയാകാൻ പോകുന്നത്, മറിച്ച് നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ, അതേ നിന്റെ സന്തതിയായിട്ട് തന്നെ ഒരുവൻ ജനിക്കും, അവൻ തന്നെ നിന്റെ അവകാശിയായി തീരും. അപ്പോൾ ഇങ്ങനെയുള്ള അബ്രഹാമിൻ്റെ ഉത്കണ്ഠകൾക്കെല്ലാം ദൈവം മറുപടി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ദേശത്തെക്കുറിച്ച്, അഥവാ അബ്രഹാം അവകാശമാക്കാൻ പോകുന്ന ദേശത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ദൈവം അബ്രഹാമിന് കൊടുക്കുകയും അതേ ആ ദേശത്തെക്കുറിച്ചുള്ള ഒരു വാഗ്ദത്തം അബ്രഹാമിന് ദൈവം നൽകി. എന്നാൽ വാഗ്ദത്തമൊക്കെ ദൈവം നൽകിയെങ്കിലും നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുന്ന പോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അതൊരു വെറും വാക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്നും പ്രത്യേകിച്ച് കാണുന്നില്ല, ദൈവം ഒരു വാഗ്ദത്തം മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ എന്നുള്ള ആ ഒരു ചിന്താഗതിയും അബ്രഹാമിനുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഈ ഒരു അധ്യായത്തിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചുവെങ്കിലും മാനുഷികമായ ചിന്തകളും അതേപോലെ തന്നെ തനിക്ക് ഉണ്ടാകുന്ന ചില ഉത്കണ്ഠകൾ, ഇവയൊക്കെ അല്പം ദൈവത്തെ അവിശ്വസിക്കുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക. നമ്മുടെ ജീവിതത്തിലും അതേപോലെ തന്നെയാണ്. നമുക്ക് വിശ്വാസമുണ്ടായാലും ചെറിയ ഒരു സംശയം മതി, ചെറിയ ഒരു അൺബിലീഫ്, അവിശ്വാസം മതി നമ്മുടെ വിശ്വാസത്തെ നശിപ്പിച്ചു കളവാൻ. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അതേപോലെ തന്നെ സംസാരിക്കുന്നുണ്ടല്ലോ, അല്പവിശ്വാസികളെ എന്ന് ദൈവം അവരെ വിളിക്കാനിടയായി തീർന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്തിനെ സംശയിച്ചു എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. സംശയിച്ചു പോകുന്നവൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ തിരുവചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലും അബ്രഹാമിൽ സംഭവിച്ചതുപോലെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മളുടെ സംശയങ്ങളെല്ലാം തന്നെ നമ്മൾ അറുതി വരുത്തേണ്ടത് ഏതെങ്കിലും ഒരു മനുഷ്യന് മുമ്പാകെയല്ല, മറിച്ച് ദൈവസന്നിധിയിൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് സംസാരിച്ച് നമ്മൾ തീർച്ചയായിട്ടും അറുതി വരുത്തേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം, അതേ അബ്രഹാം ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവനെ നീതിയായി കണക്കിട്ടു എന്ന് നമുക്ക് 6-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം അവന് കനാൻ ദേശം കൊടുക്കും എന്നുള്ള ആ ഉറപ്പ് പറഞ്ഞപ്പോൾ തന്നെ അബ്രഹാം ഇപ്രകാരം ചോദിച്ചു, കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. നോക്കൂ, എനിക്ക് എന്തൊന്നിനാൽ അറിയാം. അപ്പോൾ ഇവിടെ അബ്രഹാം എന്താണ് ചോദിക്കുന്നത്? ദൈവമേ, നിന്റെ പ്രോമിസുകൾ, നിന്റെ വാഗ്ദത്തങ്ങൾ ഒരു വാക്കായി മാത്രം ഇരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഈ ദേശം എനിക്ക് അവകാശമാക്കാൻ കഴിയും എന്നുള്ളതിന് ഒരു അടയാളം എനിക്ക് തരണമെന്ന് ദൈവത്തോട് അബ്രഹാം പറയുകയാണ്. അടുത്തതായിട്ട് 9-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ദൈവം അവിടെ അബ്രഹാമിന്റെ മുമ്പാകെ ഒരു അടയാളം പ്രവർത്തിക്കാൻ പോകുന്നുവെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 10-ാമത്തെ വാക്യം, ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്ന് ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു, പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിൽ മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. ഈ വേദഭാഗങ്ങൾ ഇന്ന് കൊണ്ട് തീർക്കുവാൻ എനിക്ക് സാധിക്കത്തില്ല, എന്നാൽ അടുത്ത ദിവസം നമ്മളിത് തുടരുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ വായിച്ചതായ ആ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അബ്രഹാം ഒരു അടയാളം ചോദിക്കുമ്പോൾ ദൈവം അടയാളം നൽകിക്കൊണ്ട് അവൻ്റെ സംശയത്തെ ലഘൂകരിച്ച് നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും അതേപോലെ തന്നെ ദൈവം നമ്മളോടുള്ള ബന്ധത്തിൽ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ ആകുലതകളൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് ദൈവം ചില വഴികൾ ഒരുക്കുമെന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ പലരും അങ്ങനെയുള്ള കാര്യത്തിലൊന്നും വളരെ വിശ്വാസമില്ലാത്തവരാണ്. ചിലർ ചിന്തിക്കാറുണ്ട്, ദൈവം ഇന്നും ഇങ്ങനെ പ്രവർത്തിക്കുമോ, ദൈവം ഇന്നും ഇങ്ങനെ അടയാളങ്ങൾ കാണിക്കുമോ, ദൈവം ഇന്നും ഇങ്ങനെ എൻ്റെ ഉത്കണ്ഠകളെ മാറ്റുവാൻ എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുമോ? ഞാൻ സാധാരണയായിട്ട് പ്രസംഗിക്കുമ്പോൾ എൻ്റെ പ്രസംഗത്തിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യമാണ്, ഗോഡ് ഈസ് സോ പേഴ്സണൽ. ദൈവം വളരെ വ്യക്തിപരമായ ദൈവമാണ്. പലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, ഇങ്ങനെ കോടാനുകോടി ആളുകൾ ഈ ഭൂമുഖത്തുള്ളപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് ദൈവം എങ്ങനെയാണ് ഒരു അറ്റൻഷൻ കൊടുക്കുന്നത്? നമ്മുടെ ആ ചിന്തയൊക്കെ വളരെ ബാലിശമാണ്. കാരണം ഗോഡ് ഈസ് സോ പേഴ്സണൽ, നമ്മളെ വ്യക്തിപരമായി അറിയുന്നതായ ഒരു ദൈവമാണ്. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണല്ലോ, അതേപോലെ തന്നെ അവൻ്റെ കൈക്കിലെ ആടുകളാണല്ലോ. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് യേശുക്രിസ്തു നാമും കർത്താവും അല്ലെങ്കിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ആടും ഇടയനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് യേശുവിടെ സംസാരിക്കുന്നത്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ തിരിച്ചറിയുന്നു, ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മെ വ്യക്തിപരമായി അറിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവങ്ങളെ അറിയുന്നു, നമ്മുടെ രീതികളെ അറിയുന്നു, നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ അനിഷ്ടങ്ങളെയും അറിയുന്നു. അതെ, നമ്മളോട് അതിനനുസരിച്ച് ഇടപെടുന്നതായ കർത്താവാണ്. അതേപോലെ തന്നെ വ്യക്തിപരമായി ദൈവം നമ്മോട് ഇടപെടുമ്പോൾ മറ്റൊരാളോട് ഇടപെടുന്ന പോലെ ആയിരിക്കില്ല. നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് അവൻ നമ്മളോട് ഇടപെടുന്നതായ കർത്താവാണ്. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ, അവൻ എങ്ങനെയാണ് ആടുകളെ തൻ്റെ കയ്യിൽ വഹിക്കുന്നത്, അവ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത്. അവൻ തള്ളിയാടുകളെ പതുക്കെ നടത്തി കുഞ്ഞാടുകളെ അവൻ്റെ കയ്യിൽ എടുത്ത് കൊണ്ടുപോകുന്നതായ ഒരു ഇടയൻ. വേണ്ടതായ സംരക്ഷണം എല്ലാം തന്നെ ആടുകൾക്ക് കൊടുത്തുകൊണ്ട് നടത്തുന്നവനായ ആ ഇടയൻ. അതെ, നമ്മുടെ ഓരോരോ വിഷയങ്ങളിലും വളരെ പേഴ്സണലായിട്ട് നമ്മോട് ഇടപെടുവാൻ അവന് സാധിക്കും. ഇവിടെ അബ്രഹാമിനോട് ദൈവം ഇടപെടുന്ന രീതി നോക്കണേ, എത്ര പേഴ്സണലായിട്ടാണ് ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളോടും അത് ഇടപെടുവാൻ ദൈവം സർവശക്തനാണ്. ഇവിടെ അബ്രഹാമിനോട് ദൈവം അന്ന് ആളുകൾ അതേ ഉടമ്പടികൾ സ്ഥാപിക്കാൻ വേണ്ടി ചെയ്യുന്നതായ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. അതേ, ഈ മൃഗങ്ങളെയും പക്ഷികളെയും, അതേ വ്യവസ്ഥ പ്രകാരമുള്ള മൃഗങ്ങളെയും പക്ഷികളെയും അത് നടുവെ മുറിച്ച് ആ മുറിക്കപ്പെടുന്ന 2 ശരീരങ്ങളുടെ നടുവിലൂടെ നടന്ന് അതേ ചെയ്യാൻ പോകുന്ന ഉടമ്പടി ആവർത്തിച്ച് പറഞ്ഞ് ഉടമ്പടി സ്ഥാപിക്കുന്ന രീതി. അതേ ഒരു കാര്യം ചെയ്തുകൊണ്ട് ഇവിടെ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുകയാണ്.
നോക്കൂ, ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഗൗരവമുള്ളവരാണ്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അതേ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കടന്നുപോയെങ്കിൽ മാത്രമേ, ദൈവത്തോടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിലൂടെ നമ്മൾ കടന്നുപോയെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളോട് സംസാരിപ്പാനും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമേറിയ ഭേദഗതികൾ വരുത്തി അതേ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിന് സാധിക്കുകയുള്ളൂ. ദൈവം ആരെയും അവരുടെ പെർഫെക്ഷൻ അല്ല വിളിക്കുന്നത്, ആരുടെയും പൂർണ്ണതയിലല്ല ദൈവം അവരെ വിളിക്കുന്നത്. നമ്മെ ദൈവം വിളിക്കുമ്പോൾ, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളിലെല്ലാം ന്യൂനതകളും അതേ ഇംപെർഫെക്ഷൻസും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെയെല്ലാം കർത്താവ് അതേ നമ്മുടെ കൂടെ സമയം ചെലവഴിച്ച് നമ്മെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തി അതേ തൻ്റെ പുത്രനായ യേശുവിനോട് അനുരൂപമാക്കി അതേ ആ നിത്യ തേജസ്സനായി നമ്മെ യോഗ്യരാക്കുന്ന ആ ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചെയ്യും. നാളെ ദൈവം അനുവദിച്ചാൽ അബ്രഹാമും ദൈവവും തമ്മിലുണ്ടാക്കിയതായ ആ ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അത് മനസ്സിലാക്കുമ്പോൾ അതേ ദൈവം എന്താണ് തൻ്റെ ഉടമ്പടിയിലൂടെ അതേ നമ്മളോടുള്ള ബന്ധത്തിൽ ആ ഉടമ്പടിയിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായി പഠിക്കുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം എത്രത്തോളം പേഴ്സണലായിരുന്നുവെന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലും അപ്രകാരമുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളേവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്കും ദൈവവചനത്തിൻ്റെ പഠനത്തിനും ഞങ്ങളെ തീർച്ചയായിട്ടും വിളിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.